വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടി ഈജിപ്തിൽ നിന്ന് നെഗേവിലേക്ക് കയറിപ്പോയി. ലോത്തും അവനോടുകൂടെ ഉണ്ടായിരുന്നു. കന്നുകാലികൾ, വെള്ളി, സ്വർണം എന്നിവയാൽ അബ്രാം ഏറെ സമ്പന്നനായിരുന്നു. അവൻ നെഗേവിൽ നിന്ന് യാത്ര ചെയ്ത് ബെഥേൽ വരെയും ബെഥേലിനും ആയിക്കുമിടയ്ക്ക് മുമ്പ് തന്റെ കൂടാരം ഉണ്ടായിരുന്നതും മുമ്പ് ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും എത്തിച്ചേർന്നു. അവിടെ അബ്രാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അബ്രാമിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവരുടെ കാലിസമ്പത്ത് ഏറെയായിരുന്നു. അവർ ഒന്നിച്ചു പാർക്കുക എന്നത് അസാധ്യമായി തീർന്നു. മാത്രമല്ല, അബ്രാമിന്റെ കാലി മേയ്ക്കുന്നവരും ലോത്തിന്റെ കാലി മേയ്ക്കുന്നവരും തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാന്യരും പെരീസീരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാം ലോത്തിനോട് പറഞ്ഞു, ഞാനും നീയും തമ്മിലും എന്റെ ഇടയന്മാരും നിന്റെ ഇടയന്മാരും തമ്മിലും ഒരിക്കലും കലഹമുണ്ടാകാതിരിക്കട്ടെ. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ദേശമെല്ലാം നിന്റെ കൺമുൻപിലില്ലേ? നിനക്ക് എന്നെ വിട്ടു പോകാം. നീ ഇടത്തേക്കെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, നീ വലത്തേക്കെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ലോത്ത് കണ്ണുകളുയർത്തി യോർദാൻ സമതലം അപ്പാടെ കണ്ടു. കർത്താവ് സോദോമും ഗൊമോറായും നശിപ്പിക്കുന്നതിനു മുമ്പ് അത് മുഴുവൻ കർത്താവിന്റെ തോട്ടം പോലെയും ഈജിപ്ത് ദേശം പോലെയും നീരോട്ടമുള്ള പ്രദേശമായിരുന്നു. അത് സൊവാറിലേക്കുള്ള ദിശയിലാണ്. യോർദാൻ സമതലം മുഴുവൻ ലോത്ത് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിൽ പാർത്തു. അങ്ങനെ അവർ തുടരെ കൂടാരമടിച്ച് സൊദോം വരെ എത്തി. സൊദോമിലെ ആളുകൾ കർത്താവിന് മുൻപിൽ കൊടിയ ദുഷ്ടരും പാപികളുമായിരുന്നു. ലോത്ത് അവനിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കണ്ണുകളുയർത്തി വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. എന്തെന്നാൽ നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കുമായി ഞാൻ നൽകും. നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൂഴി പോലെയാക്കും. ഭൂമിയിലെ പൂഴി ആർക്കെങ്കിലും എണ്ണാനാവുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. എഴുന്നേറ്റ് ദേശത്തിന് നെടുകയും കുറുകയും ഉലാത്തുക. അത് ഞാൻ നിനക്ക് തരുന്നു. അബ്രാം കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം ചെന്ന് താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. 11-ാം സങ്കീർത്തനം. കർത്താവിലാണ് ഞാൻ അഭയം തേടുന്നത്. പക്ഷിക്കൂട്ടമേ, നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറക്കുവിൻ എന്ന് എന്നോട് നിങ്ങൾ പറയുന്നതെങ്ങനെ? ഇതാ ദുഷ്ടന്മാർ വില്ല് കുലച്ചിരിക്കുന്നു. പരമാർത്ഥ ഹൃദയരെ ഇരട്ടത്ത് എയ്യാൻ ഞാനിന്മേൽ അൻപ് തൊടുത്തിരിക്കുന്നു. അടിത്തറകൾ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. കർത്താവ് സ്വർഗത്തിൽ തന്റെ സിംഹാസനത്തിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികൾ മനുഷ്യമക്കളെ ദർശിക്കുന്നു. അവിടുത്തെ കണ്ണുകൾ അവരെ പരിശോധിക്കുന്നു. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമകാംക്ഷിയെ അവിടുന്ന് വെറുക്കുന്നു. അവിടുന്ന് തീയും ഗന്ധവും ദുഷ്ടരുടെ മേൽ കെണികളായി വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് തീർച്ചയായും നീതിമാനാണ്. അവിടുന്ന് നീതികൃത്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥതയുള്ളവർ അവിടുത്തെ മുഖം ദർശിക്കും. 12-ാം സങ്കീർത്തനം. കർത്താവെ രക്ഷിക്കണമേ, കരുണയുള്ളവർ ഇല്ലാതായിരിക്കുന്നുവല്ലോ. മനുഷ്യ മക്കളിൽ നിന്ന് വിശ്വസ്തർ തിരോഭവിച്ചിരിക്കുന്നുവല്ലോ. ഓരോരുത്തരും തന്റെ അയൽക്കാരനോട് വ്യാജം സംസാരിക്കുന്നു. ഇരുമനസ്സോടെ അവർ മുഖസ്തുതി ഭാഷണം നടത്തുന്നു.
മുഖസ്തുതി പറയുന്ന എല്ലാ അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ. അവർ പറയുന്നു, നാവുകൊണ്ട് ഞങ്ങൾ പ്രബലരാകും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങളോടൊത്തുണ്ട്, ഞങ്ങൾക്കുമേൽ ആരാണ് നാഥൻ? എന്നാൽ കർത്താവ് അരുൾ ചെയ്യുന്നു, പീഡിതരോടുള്ള അതിക്രമം നിമിത്തവും പാവപ്പെട്ടവരുടെ നെടുവീർപ്പ് നിമിത്തവും ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി ആശിക്കുന്നവരെ ഞാൻ അതിൽ സ്ഥാപിക്കും. കർത്താവിന്റെ വാഗ്ദാനങ്ങൾ ശുദ്ധമായ വാഗ്ദാനങ്ങളാണ്. അയിരിന് 7 ആവൃത്തി ശുദ്ധി വരുത്തി ഉലയിൽ കാച്ചിയെടുത്ത വെള്ളിയാണ്. കർത്താവെ, അങ്ങ് അവ പാലിക്കും. ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ എന്നേക്കും കാത്തു സൂക്ഷിക്കണമേ. മനുഷ്യ മക്കൾക്ക് നീചത്വം ഉദാത്തമായിരിക്കുന്നു, അതിനാൽ ദുഷ്ടർ ചുറ്റുപാടും പരതി നടക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. അങ്ങനെ ഈശോ തൻ്റെ 12 ശിഷ്യന്മാർക്ക് പ്രബോധനങ്ങൾ നൽകുന്നത് അവസാനിപ്പിച്ച് അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധർ കാണുകയും മുടന്തർ നടക്കുകയും ചെയ്യുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുകയും ബധിരർ കേൾക്കുകയും ചെയ്യുന്നു, മരിച്ചവർ ഉദ്ധിതരാകുകയും ദരിദ്രരോട് സദ്വാർത്ത അറിയിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ അനുഗ്രഹീതൻ. അവർ പോയ ശേഷം യേശു ജനക്കൂട്ടത്തോട് യോഹന്നാനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്ത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാറ്റിൽ ഉലയുന്ന ഞാങ്ങണയോ? അല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെയോ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ. ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതാ നിനക്ക് മുൻപിൽ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ മുൻപിൽ നിനക്ക് വഴിയൊരുക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു. ബലവാന്മാർ അത് കവർന്നെടുക്കുന്നു. എന്തെന്നാൽ യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചിച്ചു. നിങ്ങൾക്ക് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നാൽ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അത് ചന്തസ്ഥലത്തിരുന്ന് മറ്റുള്ളവരെ വിളിക്കുന്ന കുട്ടികൾക്ക് സമാനമാണ്. അവർ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, അവൻ പിശാച് ബാധിതനാണ്. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ഞാനും അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സേദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിധിദിനത്തിൽ ടയറിന്റെയും സീദോന്റെയും അവസ്ഥ നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെടുമെന്നോ? പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിധിദിനത്തിൽ സോദോം ദേശത്തിന്റെ അവസ്ഥ നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. ആ സമയത്ത് യേശു പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച്
ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു അവിടുത്തെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ബരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അങ്ങനെ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. കാരണം എൻ്റെ നുകം മൃദുവും ഭാരം ലഘുവുമാകുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ